കോടതി വിധിക്ക് പിന്നാലെ അമ്മ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനത്തിന് വിലക്കേർപ്പെടുത്തി മുൻസിഫ് കോടതി വിധി വന്നതിന് പിന്നാലെയാണ് രാജി. ഇതിനിടെ ശ്വേതയും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. ആരോപണ വിധേയർക്ക് ഇനിയും അവസരം നൽകാനാകില്ലെന്ന് പിഷാരടി പറയുന്നത് അമ്മ യോഗത്തിൽ നടന്ന ആസൂത്രിത നീക്കമാണെന്ന് ശ്വേത വിശദീകരിക്കുന്നത് ഓഡിയോയിലുണ്ട്. ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് അഡ്വോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനൊക്കെ രണ്ട് വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബു രാജേട്ടൻ തുടങ്ങി. പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. തന്റെ ഓഡിയോ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ വേദനയുണ്ടെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. സംഘടനയെ കോടതി കയറ്റാൻ താല്പര്യമില്ലെന്നും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ താല്പര്യമേ ഇല്ലെന്നും പിഷാരടി പ്രതികരിച്ചു. എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായൊരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം. ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ലേ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, അമ്മയിലെ ട്വിസ്റ്റുകൾ തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രമേശ് പിഷാരടി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ശ്വേത തന്നെയാണ് ഈ ഓഡിയോ പുറത്തുവിട്ടതെന്ന സൂചനയുണ്ട്. ഒരു അനുരഞ്ജന ശ്രമത്തിന് ശ്രമിച്ചിട്ട് അത് ഇങ്ങനെ പുറത്തുവിട്ടതിലുള്ള വിഷമം അദ്ദേഹം പറയുന്നുണ്ട്. നാളെ വാർത്താ സമ്മേളനമുണ്ട്. അമ്മയിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അമ്മയിൽ ഇനി എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുകയില്ല. എന്തായാലും നാളെ ഒരു കൂട്ടം നടിമാർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിന് മുൻപാണ് ഇപ്പോൾ അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ശ്വേത മേനോൻ മുൻസിഫ് കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് സമ്പാദിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി ഒഴിഞ്ഞിരിക്കുന്നത്. താൻ രാജിവെക്കുകയാണ്, നിയമപോരാട്ടത്തിനില്ല, സംഘടനകൾക്ക് കടിച്ചു തൂങ്ങാൻ അല്ലെങ്കിൽ ഈ കാലത്തിന് കടിച്ചു തൂങ്ങാനില്ല, അമ്മയിലെ അംഗമായി തുടരും എന്നതാണ് രമേശ് പിഷാരടി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ താൻ നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളെ ആ രീതിയിൽ കണ്ടില്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് മണിക്കൂറുകളോളം താൻ സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ശ്വേതയുമായിട്ടും സംസാരിച്ചത്. ആ അനുരഞ്ജന ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ സംസാരമാണ് ശ്വേത പുറത്ത് വിട്ടത്. അതിൽ തനിക്ക് വേദന ഉണ്ടായി എന്നതാണ് രമേശ് പിഷാരടി പറയുന്നത്. പക്ഷേ ആ സംഘടനയെ സംബന്ധിച്ച് ഇനി എന്ത് എന്നുള്ള വളരെ വലിയ ചോദ്യമാണ്. ആരിടപെട്ടാലാണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുക എന്നതും ഒരു ചോദ്യമാണ്. നാളെ ഈ നടിമാർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ആരോപണങ്ങൾക്ക് പിന്നെ മറുവിഭാഗം മറുപടി പറയും. അങ്ങനെ
അമ്മയുടെ ഒരു ആളുകൾ തമ്മിലുള്ള ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ ബന്ധങ്ങളും ഒക്കെ ഉലയുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അമ്മ എന്ന സംഘടന എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ആ സംഘടനയിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നാളെ എന്താണ് നടക്കുക എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്.